ഹായ് ബഡീസ്, വെൽക്കം ബാക്ക്. കുറേ നാളുകൾക്ക് ശേഷം ഹായ് ബഡീസ്. ആദ്യം സ്റ്റാർട്ടിങ് സമയത്ത് കണ്ടന്റ് ക്രിയേഷൻ തീ ആയിട്ട് കണ്ടന്റ് ക്രിയേഷൻ ചെയ്തിട്ട് തീട്ടമായിട്ട് കണ്ടന്റ് ക്രിയേഷൻ ചെയ്ത് റൂട്ടോനെ പറ്റിയാണ് കേസ് ഞാൻ പറയുന്നത്. ഷാബോൺ ഏപ്രിൽ മാസം എല്ലാ വർഷവും കറക്റ്റ് ഏപ്രിൽ മാസം ആകുമ്പോൾ ഒരു യൂട്യൂബറിനും കണ്ടന്റ് ഉണ്ട്. എന്ത് കണ്ടന്റ് ഷാബ്, ഇത്രയും വലിയ കണ്ടന്റുകളുടെ അതിപ്രസരമുള്ള ടൈം ഞാൻ എൻ്റെ ക്രിയേഷൻ സമയത്ത് തന്നെ ഞാൻ ആലോചിക്കുമ്പോൾ ഏറ്റവും കണ്ടന്റ് ക്രിയേഷൻ അതിപ്രസരമുള്ള ഒരു ടൈമാണിത്. ലൈക്ക് ഇപ്പോൾ നിങ്ങൾക്ക് സിനിമകളെ കുറിച്ച് ഇപ്പോഴാണെങ്കിൽ ഷൈൻ ടോം ഷാപ്പ് ഇഷ്യൂ ഉണ്ട്, അത് പുള്ളി പറയുന്നത് ഇപ്പോഴും കണ്ടന്റ് ഷാപ്പ്. ഓക്കെ, ഐ ഡോണ്ട് ഫീൽ സോ. അപ്പോൾ ഞാൻ പറയുന്നത് ഷെഡ്യൂൾ അക്കൗണ്ട് കേസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതല്ല, നമ്മൾ ബ്രൂട്ടോനെ പറ്റിയാണ് പറയുന്നത്. ബ്രൂട്ടോ എപ്പോൾ നോക്കിയാലും ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ പുള്ളിയുടെ കണ്ടന്റിൽ എപ്പോഴും പുള്ളി ഇങ്ങനെ റീൽസ് ഓടിയുള്ള മാത്രം റോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. യൂട്യൂബിലെ ക്രിഞ്ച് ഒന്നുമല്ല കേസ്. കേസ് യൂറോപ്പിലല്ല ക്രിഞ്ച്, യൂറോപ്പിൽ ഏറ്റവും വലിയ ക്രിഞ്ചാണ് അമീഷസ്. ശരിക്കും ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് വന്നാൽ ഷോർട്സ് കണ്ടന്റ് ക്രിയേഷൻ നേരിട്ട് കൊണ്ടുവരുന്നത് ഇവർ എന്താണ് കണ്ടന്റ് മര്യാദ ചെയ്യേണ്ടത് അറിഞ്ഞൂടെ. ക്വാളിറ്റി മാത്രമേ എത്ര സിനിമകളാണ് ഡിഗ്രേഡ് ചെയ്ത് മുകളിലേക്ക് ഏറ്റവും സ്പീച്ച് പറഞ്ഞിട്ട് കുറ്റം പറഞ്ഞിട്ട് ഇവൻ്റെ എന്താ പറയുക ഏറ്റവും ഇതായിട്ടുള്ള പടത്തിന്, അതായത് വെറും ആവറേജിനും ബിലോ ആയിട്ടുള്ള ഒരു പടം ഈ കാറ്റഗറി വളരെ നല്ല അഭിപ്രായങ്ങളാണ്. നമ്മുടെ നാട്ടിലുള്ള ലിമിറ്റഡ് ബഡ്ജറ്റിൽ അത്രയും രസമായിട്ട് അത് ചെയ്തിട്ടുണ്ടെങ്കിൽ സമ്മതിക്കണം, അതിനൊരു ഹാറ്റ്സ് ഓഫ്. ഹു എവർ ഡിഡ് ദാറ്റ്, ഗ്രേറ്റ് ജോബ്. പക്ഷെ അങ്ങനെ ഒരു സീൻ വേണോ? എല്ലാ സൂപ്പർ ഹീറോ മൂവിയിലും ഉള്ള പോലത്തെ ഒരു കട്ട ക്ലീഷേ സീൻ. സൂപ്പർമാൻ ഫ്ലൈറ്റിനെ രക്ഷിക്കും, ക്രിഷ് ഫ്ലൈറ്റിനെ രക്ഷിക്കും, സ്പൈഡർമാൻ മറ്റേ എന്നിട്ട് ട്രെയിനെ രക്ഷിക്കും, രാവൺ ട്രെയിനെ രക്ഷിക്കും, എന്തിനും മറ്റേ ബിൽഡിങ് കത്തിക്കൊണ്ടിരിക്കുന്നതിനെ രക്ഷിക്കും. അല്ലേ, ഈ രക്ഷിച്ചേ പറ്റത്തുള്ളൂ. അല്ല, എനിക്ക് അറിയാവുന്ന എത്രയോ സിനിമയിൽ കണ്ട് മടുത്തു മരവിച്ചൊരു സാധനം ഇതിലും ഉണ്ട്. എന്തിനാണ് അങ്ങനത്തെ ഒരു ബസ് സേവ് ചെയ്യുന്ന? ഇവരാണെങ്കിൽ നല്ല രീതിയിൽ എഡിറ്റിംഗ് കണ്ടൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇപ്പോൾ കാണിച്ചു കൊടുക്കുന്ന കേസ് എന്തുവാ? ഷാബോൺ ഏപ്രിൽ മാസം എല്ലാ വർഷവും കറക്റ്റ് ഏപ്രിൽ മാസം ആകുമ്പോൾ ഒരു യൂട്യൂബറിനും കണ്ടന്റ് ഉണ്ട്. ഇവരെന്തിനാണ് ക്യാമറയിൽ നോക്കി സംസാരിക്കണേന്ന് പോലെ സൈഡിൽ നോക്കി സംസാരിക്കേണ്ടത്? സൈഡിൽ എന്താ കാമ കേൾക്കേണ്ടത്? എന്താണ് നിങ്ങൾക്ക് കണ്ടന്റ് ക്രിയേഷൻ കൂടി മിനിമം നോളജ് പോലും. ഓക്കെ, ഞാൻ കുറച്ച് അറക്കനം പറയണം, പക്ഷെ അറക്കനം പറയണം നിങ്ങൾക്ക്. ഓക്കെ, എന്റെ വ്യൂസിനെ കുറിച്ച് കുറ്റം പറഞ്ഞ ഒരു യൂട്യൂബർ വ്യൂവിന്റെ കാര്യം ഇവിടെ ആരെങ്കിലും ചോദിച്ചോ? ഞാനൊരു പൊതുവായിട്ടുള്ള ഒരു കാര്യം പറയുമ്പോൾ എനിക്ക് ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടൊരു സംഖ്യ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. അല്ലാണ്ട് ഇപ്പോൾ ഡ്യൂട്ട് ലൈക്ക് സ്റ്റാറിന് 30 വ്യൂ കിട്ടും, വേറൊരുത്തരും 32 വ്യൂ കിട്ടും, അങ്ങനെ എനിക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റത്തില്ല. ഇവനൊക്കെ ഏതറിയില്ല. എന്റെ വ്യൂസിനെ കുറിച്ച് കുറ്റം പറഞ്ഞാൽ എന്റെ ഒരു റീലിന് 1 മില്യൺ അടിച്ച്, വേറൊരു വീഡിയോ 4 ലാക്ക് അടിച്ച്, വേറൊരു വീഡിയോ 3 ലാക്കിന്റെ അടുത്ത് കയറാനായിട്ട് ആ വ്യൂസിനെ കുറിച്ച് കുറ്റം പറയുന്നത്. വ്യൂസിനെ കുറിച്ച് എന്റെ യൂട്യൂബ് വീഡിയോയിലാണെങ്കിൽ വ്യൂസ് നിങ്ങൾക്ക് കണ്ടാറില്ല. ഇവനാണെങ്കിൽ ഇപ്പൊ കണ്ടന്റ് ക്രിയേഷൻ കുറച്ച് ട്രക്കിങ് കാണിച്ചു. എന്ത് ട്രക്കിങ്? മലയിൽ നിന്ന് ചാടിപ്പോവാണ്. എന്തുകൊണ്ട്? ബാഡ് സിറ്റി പോയി. ബാഡ് സിറ്റിയോ എന്തോ ഒരു മോശം സിറ്റിയോ? അത് ഹെൽ ഇസ് ദിസ് നെയിം? ഞാൻ പറഞ്ഞില്ലേ, ടൈം നമ്മളെല്ലാവരും പറയിപ്പിക്കും. അപ്പോൾ അതൊക്കെയാണ്. പിന്നെ എന്താണ് കണ്ടന്റ് ക്രിയേഷനെ കുറിച്ച് എനിക്ക് ഇത്രേ പറയുള്ളൂ. പിന്നെ ഞാൻ കണ്ടന്റ് എനിക്ക് തോന്നിയ സമയത്തേ ഉള്ളൂ. എന്നാ കാണുന്നവരും ഉണ്ടാവും. ഞാൻ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ പോലും ഞാൻ പറഞ്ഞിട്ട് വ്യൂവർഷിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കണ്ടന്റ് ചെയ്യണമെന്ന് തോന്നുന്നു. ഞാൻ വ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് എല്ലാവർക്കും ഇൻസ്റ്റാഗ്രാമിൽ അയച്ചു ഒന്നും കൊടുക്കില്ല. ഞാൻ എൻ്റെ സ്റ്റോറിയിലിടും എൻ്റെ കണ്ടന്റ് അങ്ങനെ പ്രൊമോട്ട്. പിന്നെ ഞാൻ ഇവിടെ കിടന്ന അഡൽ കണ്ടന്റ് അടിക്കുന്ന റീൽ അഡൽ കണ്ടന്റ് ബെഞ്ചൊക്കെ അടിക്കും. ചിലപ്പോൾ തെറി പറയും, ചിലപ്പോൾ ഈ പറഞ്ഞ ഒരു ഡാർക്ക് കോമഡി സഹിക്കാത്തവർ കിടന്ന് കമന്റ് ബോക്സിൽ കുണച്ച് കഴിഞ്ഞാൽ ഐ ഡോണ്ട് കെയർ. ആദ്യം പറയും, ഇത് എല്ലാവർക്കും വേണ്ടിയിട്ട് പറഞ്ഞാണ്, ഒരാളെ ഉദ്ദേശിച്ച് പറഞ്ഞില്ല. കാരണം ഒരാളെ പറ്റി പറയാനാണെങ്കിൽ അതിനായിട്ട് പറയാനില്ല, ഇത് എല്ലാവരെ പറ്റിയൊന്നും.